No, no. Yeah. So നമ്മൾ ഇങ്ങനെ നെറ്റിൽ കോരി എടുക്കുക. ഇടാ. സഹീർ ഖാൻ നമ്മുടെ പഴയ ക്രിക്കറ്റുകാരൻ സഹീർ ഖാനാണോ ഏറ്റവും വലിയ മീനെ പിടിച്ചത്? സഹീർ ഖാൻ അല്ല, നമ്മുടെ നാടൻ നമ്മുടെ വീശു വല മുകളിൽ തൂക്കിയിട്ട് അതിൻ്റെ പൊങ്ങും ഒക്കെ ആയിട്ട് സെറ്റപ്പോൾ തൂക്കിയിട്ടിരിക്കുന്നത് ഇങ്ങനെ മുകളിൽ. മൊത്തത്തിലൊരു മീനിൻ്റെ ഒരു മൊത്തം മീനിൻ്റെ മയമാണ് ഇവിടെ. സമ്മറൊക്കെയാണ്, പിള്ളേർ സ്കൂൾ അടച്ചു, എന്തോ ചെയ്യേണ്ടത് എങ്ങോട്ടാ ചെയ്യേണ്ടത് എന്നാ പോകേണ്ടതെന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടാത്തൊരവസ്ഥയാണ്. ഒരു ഫുൾ ഡേ പിള്ളേരെ കൂട്ടി തകർക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് പരിചയപ്പെടുത്തുന്നത്. മീൻ പിടിക്കാം, ബാർബിക്യൂ ചെയ്യാം എന്ന് വേണ്ട ഒരു കംപ്ലീറ്റ് ഡേ പാക്കേജാണ്. വരിക, അടിച്ചു പൊളിക്കുക, തിരിച്ചു പോവുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻ പിടിക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ഒരു പാഷൻ മാത്രമല്ല, അതിനപ്പുറം ഒരു വികാരം കൂടിയാണ്. നമ്മൾ ചെറുപ്പത്തിലേക്ക് ഇഷ്ടം പോലെ പല രീതിയിൽ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും തുടങ്ങുന്ന ഒരു പക്ഷേ തോർത്ത് വിരിച്ചുള്ള മീൻ പിടുത്തം കൊണ്ടായിരിക്കാം. പക്ഷേ അതിനുശേഷം ചൂണ്ടയിട്ടാണെങ്കിലും മീൻ വല വീശി കുടുക്ക് വെച്ച് അങ്ങനെ പല രീതിയിൽ പല ഏരിയകളിലും പല രീതിയിലാണ് നമ്മളത് മീൻ പിടിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മലയാളികൾ ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും നമ്മൾ മീൻ പിടിക്കാൻ ഏതെങ്കിലും മാർഗമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. ഇവിടെ UK എത്തിയാലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടുക്കടലിൽ മീൻ പിടിക്കാൻ പോയിരുന്നു. കുറച്ച് കൂട്ടുകാരും ഒന്നിച്ച് ഇഷ്ടംപോലെ മീൻ കിട്ടിയെങ്കിലും കൂടെ വന്ന പല ആളുകൾക്കും കടൽ ചുരുക്ക് അനുഭവപ്പെട്ട കാരണം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവരും തിരിച്ചു പോരേണ്ടി വന്നു. പിന്നീട് വേറൊരിക്കൽ കടൽ തീരത്ത് ചൂണ്ടയിട്ട് എറിഞ്ഞ് മീൻ പിടിക്കാൻ പോയി. അന്ന് നമ്മളിതിൽ എക്സ്പേർട്ടല്ല, എറിയുന്ന കാര്യത്തിൽ ഞാൻ എറിഞ്ഞ ചൂണ്ട എൻ്റെ തലയിൽ തന്നെ കൊളുത്തി. അവസാനം ഏനെ പോയി ചൂണ്ട അഴിക്കേണ്ടി വന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ അനുഭവങ്ങൾ. പിന്നെ അതും അല്ലെങ്കിൽ കടൽ തീരത്ത് മീൻ പിടിക്കാൻ പോകണമെങ്കിൽ വേറെ കുഴപ്പമെന്ന് പറയുന്നത് നമ്മൾ ദൂരെ പോയി ഒത്തിരി കണ്ട് കാടും മലയൊക്കെ ചാടി കയറുന്ന ഒത്തിരി നടക്കാനുണ്ട്. അങ്ങനെയൊക്കെ കഷ്ടപ്പെടണം ചെയ്യണമെങ്കിൽ. അല്ലാതൊക്കെ പിടിക്കാൻ പറ്റുന്ന സൗകര്യം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ പുഴകളിലും അങ്ങനെ പോയി പിടിക്കുകയാണ്. അതിന് ലൈസൻസൊക്കെ എടുക്കണമെങ്കിലും അവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടയിട്ടാൽ അപ്പം തന്നെ മീൻ കൊത്തണം. അങ്ങനെ കൊത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. അത്തരത്തിൽ എന്നെപ്പോലെയുള്ളവർക്ക് ആശ്വാസമാകുന്ന ഒരു സ്ഥലം, ചൂണ്ട ഇടേണ്ട താമസം, മീൻ കൊത്താനായി വരിയായി നോക്കി നിൽക്കുന്ന മീനുകൾ, അങ്ങനെ ഒരു സ്ഥലമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഗ്ലോസ്റ്റർഷയറിലുള്ള ബൈബറി ട്രൗട്ട് പാർക്ക്. മൊത്തം ഫിഷാണ് അവിടെ, ഒരു രക്ഷയില്ല. കണ്ടില്ല, ചുമ്മാ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ചൂണ്ടെങ്കിൽ ഇട്ടോളാനാണ് പറയുന്നവർ. അവർ കൊത്താൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ഫാമിലിയായിട്ട് കയറുമ്പോൾ തന്നെ അവരൊരു പാക്കറ്റ് നിറച്ച് ഫുഡ് തരും. അത് പിള്ളേർക്ക് ചുമ്മാ നിന്ന് തീറ്റ കൊടുക്കാം, മീനിനെ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കും. പിള്ളേർക്ക് രസമാണ്. പിള്ളേർക്ക് ചൂണ്ടയും വിടാം, ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക, അത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ചൂണ്ടയിടൽ അങ്ങനെയല്ല. അതിന് വേണ്ട ചൂണ്ടയും അതിന് വേണ്ട സാധനങ്ങളെല്ലാം അവർ തരും അവിടെ. അപ്പോൾ അതിനുള്ള പ്രത്യേകം ഫുഡും ഉണ്ട്. നമ്മൾ ആ ചൂണ്ടയിൽ കോർത്ത് പതിക്കാൻ കിട്ടുള്ളൂ. ഇടേണ്ട താമസം ചാടി കയറി കുത്തിരിക്കും. പക്ഷേ ആ കൂടെ തന്നെ പിള്ളേർ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നാൽ പണിയായിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇച്ച് മാറിയത് പിള്ളേർ ഫുഡ് കൊടുക്കാൻ പറയുക. എന്നിട്ട് നമ്മൾ ഇച്ച് മാറിയ ചൂണ്ടയിടുക. ചൂണ്ടയിലേക്ക് ഇടേണ്ട താമസം അവർ ചാടി കയറി കൊത്തും. അങ്ങനെ പിടിക്കരുത്, അങ്ങനെ പിടിക്കല്ലേ. അത് വിടും. കണ്ടില്ലേ, വെറുതെ വല വെച്ചു കൊടുത്താൽ മീൻ വെറുതെ ഇങ്ങോട്ട് വന്ന് കയറിക്കോളും. അങ്ങനെ പിടിക്കുന്നതിന് രസമില്ല, അതേ കാര്യമില്ലല്ലോ. ഇങ്ങനെ നമുക്ക് ചൂണ്ടയിൽ നമുക്ക് ആ ഫുഡ് അവർ തരുന്നത് അത് കൊളുത്തിയിട്ട് വെറുതെ അങ്ങ് ഇട്ട് കൊടുത്തോളുക. അവർ വന്ന് അവിടെ കടുപിടി കൂടി കയറി കുത്തിക്കോളും. അതാണ് സംഭവം. എന്നിട്ട് നമ്മൾ പതുക്കെ വല കൊണ്ട് അടിയിൽ പിടിച്ച് പതുക്കെ അതിനെ കോരിയും എടുക്കുക. അതാണ് പരിപാടി. അത് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പിടിക്കാം. You must do it like we showed you in the video. Alright, so if you lower it, you need to make sure it's upright.
the way it would swim in the water. All right. And then hit it here above the eyes very hard. ഇവിടെ സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ മീൻ പിടിച്ചിട്ട് തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് പിള്ളേർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, പിള്ളേർ വെറുതെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മീനെ ഫിഷ് ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. Yeah, she got it. Yeah, മല എടുക്ക്. മല എടുക്ക്. നെറ്റിൽ കോരി എടുക്കുക. ക്യാമറ എടുത്തിട്ട് ഇത് നല്ല ജീവനുള്ള മീനാണ്. പിന്നെ ഇങ്ങനെ പിടിക്കണം. ശരിക്കും അടിക്കേ. Yes, please. Needs to be a lot harder than that. I don't think they're hard enough. That's it. Okay. That last one was perfect. Perfect. Thank you. I don't think it's that dead. Let's have a look. Yeah, it's just So you just leave it for a sec. No, it's not dead. It's not a poor man. There we go. You just need to make sure if the gills or the mouth are moving, then it's still alive. That last one though was perfect. How you did that? Perfect. Thank you. Thank you. No problem. so നമ്മൾക്ക് ഇതാണ് കിട്ടിയത്. സ്റ്റിൽ ഇതിന് ജീവനുണ്ട്. ചത്തിട്ടില്ലേ? ഇല്ല, ലാസ്റ്റ് ബ്രീത്ത് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മനക്കെട്ടില്ലാത്തവർക്ക് കാണാൻ പറ്റത്തില്ല. എക്സ്ക്യൂസ് മീ. ആണ് ബാർബിക്യൂ ഏരിയ. ഇവിടെ പിള്ളേർക്ക് ബാർബിക്യൂ ചെയ്യാം. നല്ല ഗെയിംസ് കളിക്കാനായിട്ട്, ഗോൾഫ് കളിക്കാനായിട്ടുള്ള ഏരിയകളാണ് അവിടെ. ഇഷ്ടംപോലെ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിള്ളേർക്ക് എമ്മാർന്ന് ആർമാദിക്കാം. അടിപൊളിയാണ്. ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടതൊക്കെ ടോയ്ലറ്റും പോർട്ടബിൾ ടോയ്ലറ്റൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ടോയ്ലറ്റ് ഉപയോഗിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കും. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ടേബിൾ നമുക്ക് ബുക്ക് ചെയ്തിട്ടില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടേബിൾ നമുക്ക് റെഡിയാണ്.
നിങ്ങൾക്ക് ഗോൾഫ് കളിക്കാൻ അറിയാമോ ഇല്ലോ എന്നുള്ളതല്ല പ്രശ്നം. വെറുതെ പന്ത് എടുക്കുക, തട്ടുക, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നോക്കാനില്ല. അല്ല പറഞ്ഞപ്പാ അല്ലേ? അത്രേ ഉള്ളൂ. കണ്ടോ, ബോള് കുഞ്ഞിൽ വീണു. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിള്ളേർ തൊട്ട് നാളെ തന്നെ ഇറങ്ങിക്കോളാം. ഒന്നും നോക്കണ്ട, നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ഇവിടെ വരിക, ടിക്കറ്റ് എടുക്കുക, സാധനവും ഫുഡും എല്ലാം ഇവർ തരും, ചൂണ്ടയും എല്ലാം ഇവർ തന്നെ തരും. ഒന്നും അറിയണ്ട, നേരെ അടിച്ച് പൊളിച്ച് കയറി തകർക്കുക, തിരിച്ചു പോവുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.